ഈ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിലും ബറക്കത്തെടുക്കുന്നതിലും ഞങ്ങളെ പണ്ഡിതന്മാര് നിലനിൽക്കുമ്പോൾ ആ സലഫു സാലിഹീങ്ങളെ അവഗണിച്ചുകൊണ്ട് അതാ ബറക്കത്തിനെതിരെ സംസാരിക്കുന്ന മുജാഹിദിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും പിന്തുണച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സമൂഹത്തിൽ മുഴുവനും ഫിത്നയും ഫസാദും ഉണ്ടാക്കി ആലിമീങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പ്രസംഗിക്കുന്നവരും മുതഅല്ലിമീങ്ങളെ നിന്ദിക്കുന്നവരും ആലിമീങ്ങളെ ഗീബത്ത് പറയുന്നവരും അല്ലാഹുവിന്റെ കോടതി ഓർമ്മിക്കുന്നില്ലേ? ഞാനൊരു കാര്യം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുന്നു. നിങ്ങളൊക്കെ ശൈഖുനയുടെ പ്രസംഗം കാത്തിരിക്കുകയാണല്ലോ. നമ്മൾ മഹാനായ താജുൽ ഉലമയുടെ പിന്നിലാണ്. അല്ലാഹു അവിടത്തേക്ക് ദറജ വർദ്ധിപ്പിക്കട്ടെ. നിങ്ങൾക്കറിയാം, മംഗലാപുരം ടൗണിൽ ഒരു വലിയ പള്ളി പമ്പയിൽ നിർമ്മിച്ചു. താജുൽ ഉലമയാണ് അതിന് ഉപദേശക രംഗത്ത് നേതൃത്വം. മഹാനായ ഖമറുൽ ഉലമയാണ് യോഗം വിളിച്ചു കൂട്ടിയതിന് നേതൃത്വം. ഈ പാവപ്പെട്ട ഞാനും അതിന്റെ ഒന്നാമത്തെ മീറ്റിംഗിൽ പങ്കെടുത്തവനാണ്. വയ്യബ്ദുള്ള കുഞ്ഞ് സാഹിബിനെ പോലെ അള്ളാഹു അവർക്കൊക്കെ ഖൈറും ബർക്കത്തും നൽകട്ടെ. മംഗലാപുരത്തും പരിസരങ്ങളിലുമുള്ള നല്ലവരായ മുതലാളിമാർ അവരകമഴിഞ്ഞ് സഹായിച്ചു. അവിടെ ആ പള്ളി നിർമ്മിച്ചപ്പോൾ അതിന്റെ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഈ സമുദായം ഒന്ന് യോജിക്കണമെന്ന് താജുൽ ഉലമ ആഗ്രഹിച്ചു, ഖമറുൽ ഉലമ ആഗ്രഹിച്ചു, നൂറുൽ ഉലമ ആഗ്രഹിച്ചു. നമ്മുടെ പണ്ഡിതന്മാരൊക്കെ സുന്നികളൊന്ന് യോജിക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് മഹാനായ ശിഹാബ് തങ്ങളെ ക്ഷണിച്ചു. അനാരോഗ്യം കൊണ്ട് യാത്ര ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിലും ഈ സമുദായം ഒന്ന് ഒന്നിച്ച് കാണണമെന്ന നിലക്ക് ശിഹാബ് തങ്ങൾ മംഗലാപുരം വരെ യാത്ര ചെയ്തു വന്നു. മഹാനായ താജുൽ ഉലമ പള്ളിയുടെ ഡോറ് തുറന്ന് ഉദ്ഘാടനം ചെയ്തു. ഞാൻ അപ്പോൾ സമീപത്തുണ്ട്, ഖമറുൽ ഉലമ സമീപത്തുണ്ട്, പണ്ഡിതന്മാര് പലരുമുണ്ട്. മഹാനായ ശിഹാബ് തങ്ങൾ അല്പം കഴിഞ്ഞു വന്നു. അതാ പള്ളിയിൽ നിസ്കാരത്തിന് തങ്ങളോട് ഇമാമത്ത് നിൽക്കാൻ അതാ ബഹുമാനപ്പെട്ട താജുൽ ഉലമ പറഞ്ഞു, ഖമറുൽ ഉലമ പറഞ്ഞു, നൂറുൽ ഉലമ പറഞ്ഞു. നിർബന്ധിച്ചപ്പോൾ തങ്ങൾ ഇമാമത്ത് നിന്നു. നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിൽ ഉയരാൻ കഴിയാതെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ ഉസ്താദ് അവറുകൾ നിസ്കാരം ബാത്തിലാകാത്ത വിധം അവിടുത്തെ കൈകൊണ്ട് ശിഹാബ് തങ്ങളെ പിടിച്ച് നേരെ നിവർത്തി നിർത്തി. എന്നിട്ട് ആ നിസ്കാരം പൂർത്തീകരിച്ചു. ഇത് മുന്നിലെ സഫെന്ന് കണ്ടവരാണ് ഞാൻ. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ ഈ സമുദായത്തിന്റെ ഐക്യത്തിനു വേണ്ടി, അതേ താജുൽ ഉലമ ഈ സമുദായത്തിന്റെ ഐക്യത്തിനു വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ശിഹാബ് തങ്ങൾക്ക് വേണ്ടി സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സർവ്വ മദ്രസകളിലും അതാ അവിടുന്ന് മരണപ്പെട്ടതിന്റെ നേരെ പിറ്റേ ദിവസം ഖുർആൻ ഓതി ദുആ ചെയ്യണമെന്ന് പ്രസ്താവന കൊടുത്തു താജുൽ ഉലമ, ഖമറുൽ ഉലമ, നൂറുൽ ഉലമ. അങ്ങനെ ഞങ്ങളെ സർവ്വ മദ്രസകളിലും ശിഹാബ് തങ്ങൾക്ക് ഖുർആൻ ഓതി പ്രാർത്ഥന നടത്തി. എന്നാൽ അപ്പുറത്തുള്ള കക്ഷികൾ എന്താണ് ചെയ്തതെന്ന് മുസ്ലിം സമുദായമേ അല്പം നാണക്കേടോടുകൂടി ഞാൻ വായിക്കുന്നു. അതേ ഇത് പറയുന്നത് ആരാണ്? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ മകനാണ്. അതേ ബഹുമാനപ്പെട്ട മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ്. കലാകൗമുദിയാണ് കുറിച്ചു വെച്ചോ. 2009 ആഗസ്റ്റ് 16. വില 12 രൂപയാണ്. കാണുന്നത് ശിഹാബ് തങ്ങളെ ചിത്രമാണ്. ഒരു ജനതയുടെ പൂർണ്ണചന്ദ്രൻ എന്ന് ഹെഡിംഗ് ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ബഹുമാനപ്പെട്ട മുനവ്വർ അലി ശിഹാബ് തങ്ങൾ എഴുതുന്നു അപ്പുറത്തുള്ള സമസ്തക്കാരെ പറ്റി. അതൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. കോഴിക്കോട്ടെ ചില ഖാദിമാരുടെ ഒഴിവിലേക്ക് പുതിയ ഖാദിമാരെ തീരുമാനിച്ചിരുന്നു. ചില ഖാദിമാരെ നിർദ്ദേശിച്ചതിൽ ഒരാൾ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിൽ ഉപ്പ വരണമെന്ന് നിർബന്ധം പിടിച്ചു. വരാമെന്ന് ഉപ്പ ഏൽക്കുകയും ചെയ്തു. അതിനിടക്കാണ് ഉപ്പ അവിടെ പോകരുതെന്ന് ചിലർ നിർബന്ധം പിടിച്ചത്. എന്തുകൊണ്ടാ ഖാദിയാരോടത്തിന് ശിഹാബുകൾ പോകരുതെന്ന് ചിലർ നിർബന്ധം പിടിച്ചതിൽ ബാക്കി കേട്ടോളി. കാന്തപുരം അവിടെ വരും, കാന്തപുരത്തിന്റെ കൂടെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വരും എന്നായി എതിർപ്പുകാരുടെ വാദം. ഉപ്പയാണെങ്കിൽ ഞാൻ ഏറ്റുപോയതാണെന്നും അയാൾ എന്റെ ബന്ധു കൂടിയാണെന്നും പറഞ്ഞു. അവിടേക്ക് പോകുന്ന വഴി ഉപ്പയുടെ കാറ് EK വിഭാഗത്തിലെ ആളുകൾ തടഞ്ഞു. ശിഹാബ് തങ്ങളെ കാറ് EK വിഭാഗത്തിലെ ആളുകൾ തടഞ്ഞു. ഉപ്പ പറഞ്ഞു എനിക്ക് കാന്തപുരത്തെ കാണണം. അത് ശിഹാബ് പറഞ്ഞു എനിക്ക് കാന്തപുരത്തെ കാണണം. അപ്പോഴോ ഇങ്ങനെയുള്ള ഒരു പിന്നെ അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള ഒരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങുന്ന ആളായിരുന്നില്ല ഉപ്പ.
ഞാൻ മുസ്ലിമീങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ താജുൽ ഉലമയുടെയും ശിഹാബ് തങ്ങളുടെയും കൂടെ മുസ്ലിം ഉമ്മത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ഐക്യത്തിനു വേണ്ടി നൂറുൽ ഉലമയുടെ കൂടെ ഖമറുൽ ഉലമയുടെ കൂടെ നിങ്ങൾ ഈമാൻ രക്ഷിക്കാൻ വരുമോ? എങ്കിൽ നിങ്ങൾ അതാ മഹാനായ നൂറുൽ ഉലമയുടെ കൂടെ ഖമറുൽ ഉലമയുടെ കൂടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വരൂ. നിങ്ങൾക്ക് താജുൽ ഉലമയുടെ കൂടെ ശിഹാബ് തങ്ങളുടെ കൂടെ ഇനി ഒരു പേര് കൂടി ഞാൻ കൂട്ടി വായിക്കട്ടെ. ചന്ദ്രികാ പത്രത്തിൽ ഞാനത് മുമ്പ് സമസ്തയും സനദുകളുമെന്ന എന്റെ പ്രസംഗത്തിന്റെ സീഡിയിൽ നിങ്ങൾക്ക് അതിന്റെ വായന അടക്കം കാണാം. ഞാനതിൽ വായിച്ചിട്ടുണ്ട്. ചന്ദ്രികാ പത്രത്തിൽ അതാ കണ്ണൂർ ജില്ലയിലെ കല്ലായിക്കാരൻ എഴുതിയ ലേഖനം. അതിലയാൾ പറയുന്നത് ശംസുൽ ഉലമയുടെ മരിക്കാൻ നോക്കുമ്പോഴുള്ള അഭിലാഷം സുന്നികളൊന്ന് യോജിച്ച് കാണലായിരുന്നു. സുഹൃത്തുക്കളെ, സുന്നികൾ യോജിക്കണമെന്ന് ശംസുൽ ഉലമ, താജുൽ ഉലമ, നൂറുൽ ഉലമ, ഖമറുൽ ഉലമ, അതേ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളടക്കം എല്ലാ നല്ലവരും പറയുമ്പോൾ സുന്നികളിൽപ്പെട്ട പണ്ഡിതന്മാരെ പള്ളികളിൽ അടിച്ചോടിക്കണമെന്ന് പറയുന്ന കക്ഷികളുടെ കൂടെ നടന്നിട്ട് നിങ്ങൾ ഖബറിലും മഹ്ശറിലും ആരുടെ കൂടെയായിരിക്കും ജനങ്ങളെ? അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾ ആഖിറം ചിന്തിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഏത് പ്രവൃത്തിയും ചെയ്യാനെന്നും ഏത് സംഘടനയും പിന്തുണക്കാനെന്നും മാത്രം ഈ സമയത്ത് പറയുന്നു. നല്ല ക്ഷമ